അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗിൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഇന്ന് 26 അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ അശ്വതി മഹോത്സവമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയിടണം, അൻപൊലിയാണ് ഞാൻ ഇടുന്നത്. അപ്പം നമുക്കിവിടെ ക്ഷേത്രത്തിൽ പോയിട്ട് അൻപൊലിപ്പറ ഇട്ടതിന് ശേഷം കുറേ പറയുണ്ട് കേട്ടോ. അതിട്ടതിന് ശേഷം പിന്നെ ഇവിടുന്ന് കണ്ണൻകുളങ്ങര ക്ഷേത്രത്തിലേക്ക് പോകും. ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ ഉത്സവം എങ്ങനെയാണെന്നൊക്കെ അറിയുന്ന ചെറിയൊരു വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് പോവാം. എല്ലാ വർഷത്തെയും പോലെ ഉത്സവം ഞങ്ങൾ ആഘോഷിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും, ഞങ്ങൾ ചെല്ലും, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ചെറിയ ആഘോഷമാണ്. അപ്പോൾ മാമന് ഇന്ന് വേറൊരിടത്ത് ഊണുണ്ട്, അതുകൊണ്ട് മാമൻ ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ അൻപൊലി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ മലരൊക്കെ ഒന്ന് നുള്ളി പറക്കുകയാണ്. അതെൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് ഇതെല്ലാം സാധനങ്ങൾ വെച്ചേക്കുന്നത് കേട്ടോ, അൻപൊലിയുടെ. അങ്ങനെ ഒരു 4 മണിയോടനുബന്ധിച്ച് ഞാൻ റെഡിയായിട്ട് ഇനി ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് രസീത് എടുപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ പോകാനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ വീട്ടിലോട്ട് വന്നത്. അവർ വന്നിട്ട് പിന്നീട് ഞങ്ങൾ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പം അവിടെയാണ് നമ്മുടെ അൻപൊലിയുടെ സാധനങ്ങളെല്ലാം വെച്ചേക്കുന്നത്. അവിടെ ചെന്നിട്ട് ഇനി അതെല്ലാം എടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് നമ്മൾ 5 കൂട്ടം സാധനമാണ്. നമ്മൾ ശർക്കര, പൂവ്, പഴം, അതുപോലെ മലര്, പിന്നെ നെല്ല്, ഇത്രയാണ് നമ്മൾ അൻപൊലിക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ പഴം നമ്മൾ കണ്ടിച്ചുകൊണ്ട് പോകണം. പിന്നെ അവിടെ ചെന്നിട്ട് കത്തിയൊക്കെ കിട്ടിയില്ലെങ്കിലോ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്നപ്പം ആ ഉത്സവത്തിൻ്റേതായിട്ടുള്ള ചെറിയ വൈബുകളുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ദാണ്ട നമ്മുടെ സേവപ്പന്തലിലാണ് അൻപൊലി നമ്മളിടുന്നത്. അല്ലാതെ ക്ഷേത്രത്തിന് മുന്നിൽ 2 അമ്മമാരുടെ അടുത്തും ഒറ്റപ്പറ നമ്മൾ ഇടാറുണ്ട്. അത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആരെങ്കിലും അത് പറ വാരിയിടും. 7 ദിവസത്തെ സപ്താഹവും 6 ദിവസത്തെ ഉത്സവവും കൂടെ ചേർത്തിട്ട് 13 ദിവസമാണ് നമ്മളുടെ ഇവിടുത്തെ ആഘോഷം. അപ്പോൾ ഈ 13ാമത്തെ ഈ ഒരു ദിവസത്തിനാണ് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും കാത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ബന്ധുക്കളൊക്കെ ദൂരെയുള്ളവരൊക്കെ വരും പറയിടാനൊക്കെ ആയിട്ട്. നാട്ടിലെ നമ്മുടെ അമ്മയടുത്ത് പറയിടാനൊക്കെ ആയിട്ട് വരും. അൻപൊലിപ്പറ ഇടാൻ വേണ്ടിയിട്ട് അമ്പലത്തിലായതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ മാത്രം കരുതിയാൽ മതി. ബാക്കിയെല്ലാം ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ചെയ്യും. അപ്പോൾ അതൊക്കെ വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ അതിന് മുമ്പേ അമ്പലത്തിൽ കയറി തൊഴുതപ്പം നമ്മുടെ തിരുമേനിമാർ ജീവിതം ഒരുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും അമ്പലത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വന്നു, പിന്നെ രസീത് എഴുതിപ്പിച്ചു. ഇവിടെ ഒരു പറയ്ക്ക് 150 രൂപയാണ് രസീത് വരുന്നത്. അൻപൊലിക്ക് പിന്നെ നമ്മൾ സാധനങ്ങൾ കൈ കരുതുന്നത് കൊണ്ട് 50 രൂപ അൻപൊലി പറയ്ക്കുള്ളൂ. പിന്നെ ഇവിടെ എനിക്ക് ചിരി വന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ ഒരുപാട് വാഴകൾ വെച്ചിട്ടുണ്ട്. ഈ വാഴയ്ക്കെല്ലാം നല്ല മഞ്ഞ കളർ പഴം. അടുത്തുനിന്ന് നോക്കിയപ്പോഴാണ് അതെല്ലാം പെയിൻ്റ് അടിച്ച് വെച്ചേക്കുവാണെന്ന്. ഞാൻ ആലോചിച്ചത് ആരുടെ ടെക്നോളജിയാണെന്നത്. ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. എൻ്റെ വ്ലോഗിൽ നിന്ന് ഞാനൊരു ഫ്രെയിമിൽ കൊണ്ട് അഫീർദ സ്നാന ഘോഷയാത്രയ്ക്ക് ഇതേപോലൊരു ചെണ്ടകൊട്ട ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞങ്ങളുടെ കാത്തിരിപ്പ് അശ്വതി മഹോത്സവത്തിൻ്റെ അന്നുള്ള ചെണ്ടകൊട്ടാണെന്ന്. അപ്പോൾ അവർ ചെണ്ടയെടുത്ത് കൊട്ടി. അപ്പോൾ ആളുകളെ അറിയിക്കാനൂടായിരിക്കാം അത് ചെയ്തത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ ജീവിത അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അമ്പലത്തിൽ തൊഴാൻ കയറിയപ്പോൾ അവിടെ ജീവിതം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസിലാണ് നമ്മൾ ദേവിയുടെ വിഗ്രഹം വെക്കുന്നത് കേട്ടോ. ബാക്കി പിന്നെ ഞാൻ എടുത്തില്ല. ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ദേവി വെളിയിലേക്ക് വരികയാണ്.
ചുറ്റമ്പലം അവിടെ പോയി ദേവി വലം വെച്ചിട്ട് ഇനി 2 ദേവിമാരുടെ മുന്നിലും നമ്മൾ ഒറ്റപ്പറ ഇടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒറ്റപ്പറ ഇടാനായിട്ടാണ് ഭഗവതി വരുന്നത്. അപ്പം അത് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായിരിക്കും ആ പറ വാരിയിടുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ അനിമാമനാണ് നമ്മുടെ കരയോഗം പ്രസിഡൻറ്റ്. അപ്പം അദ്ദേഹമാണ് 2 പറയും വാരിയിട്ടത്. ഇപ്പം നമ്മൾ ഈ പറയിട്ടത് ഭദ്രയുടെ മുമ്പിലാണ്. ഇനി പറയിടാൻ പോകുന്നത് ദുർഗയുടെ മുമ്പിലാണ്. അപ്പം നമ്മുടെ ദുർഗാദേവിയുടെ വിഗ്രഹമാണ് പറയുടെ ജീവതയിൽ ഇരിക്കുന്നത് കേട്ടോ. ഇതുമായിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്, കണ്ണംകുളങ്ങര അമ്പലത്തിലോട്ട് പോകുന്നത്. ഇനി സേവപ്പന്തലിലോട്ട് നമ്മുടെ ദേവി വരികയാണ് കേട്ടോ. ആ പീഠത്തിൽ ദേവി ഇരിക്കും. ഇനി ഇവിടെയാണ് നമ്മുടെ എല്ലാ പറയും നടക്കുന്നത്. അതായത് അൻപൊലിയും ഒറ്റപ്പറയെല്ലാം ഇനി നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ എല്ലാ പറയും നമ്മൾ വാരിയിടുന്നത് ഇവിടെ നിന്നായിരിക്കും. അപ്പം ക്ഷേത്രത്തിൽ കുറച്ച് പറ ഇട്ടതിന് ശേഷമാണ് നമ്മൾ താലപ്പൊലിയായിട്ട് പോകുന്നത്. ഈ പോകുന്ന വഴികളിലെല്ലാം പറയുണ്ട്, അൻപൊലിപ്പറയും ഒറ്റപ്പറയും ഒക്കെ നടത്തുന്ന വീടുകളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പിന്നീട് പോകുന്ന വഴിയിൽ നമ്മൾ പറയെടുക്കത്തില്ല, തിരിച്ച് അവിടെ നിന്ന് താലപ്പൊലിയായിട്ട് വന്നതിന് ശേഷം മാത്രമാണ് പറയിടുന്നത്. അങ്ങനെ ആദ്യത്തെ പറ ഞങ്ങൾ തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അച്ഛനും അമ്മയും ചേച്ചിയുടെ മോനും ചേച്ചിയും ഞാനിവിടെ ചേർന്നിട്ടാണ് പറ വാരിയിട്ടത്. ഇതുപോലെ കുറച്ച് അൻപൊലി കഴിഞ്ഞിട്ട് പിന്നീടെല്ലാം ഒറ്റപ്പറയായിട്ടാണ് നടക്കുന്നത്. പിന്നെ രാത്രി അമ്പലത്തിൽ നിന്ന് താലപ്പൊലി വന്നതിന് ശേഷവും ഇവിടെ പറ നടക്കാറുണ്ട്. അപ്പം ഈ പേരും നാളും നമ്മൾ വായിച്ചിട്ടാണ് ആളുകളെ വിളിച്ച് പറയിടിക്കുന്നത് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ രസീതിൽ പേരും നമ്മുടെ നാളും പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ഇവിടുത്തെ അജീണനാണ്, ഇവിടുത്തെ കരയോഗം സെക്രട്ടറിയാണ് വായിക്കുന്നത്. അങ്ങനെ ആർക്കായാലും വായിക്കാം, അങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല. അണ്ണനാണ് വായിച്ചത്. അങ്ങനെ നമ്മുടെ പറയിടലെല്ലാം ഒരുവിധം അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ അപ്പം തന്നെ സമയം ഏതാണ്ട് ഒരു 6:10 കഴിഞ്ഞു. അപ്പോൾ വളരെ താമസിച്ചാണ് ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കണ്ണംകുളങ്ങരയിലോട്ട് പോകുന്നത്. അപ്പം ഇതിപ്പോൾ ഒറ്റ പോക്ക് അങ്ങ് പോത്തേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് വളരെ പതുക്കെയാണ് തിരിച്ചു വരുന്നത് പറയെടുത്തുകൊണ്ട്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ അങ്ങനെ താലപ്പൊലിയായിട്ട് അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പം ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ഞങ്ങളുടെ അമ്പലത്തിൽ ഇത് എങ്ങനെയാണെന്ന് നിങ്ങളെയും കൂടെ അറിയിക്കണം എന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അങ്ങനെ പിന്നെ ഞാൻ ഈ ജീവിതയുടെ പുറകിന് ഞാനും പോയി. ഇപ്പം നമ്മൾ നോക്കുന്ന മിക്ക വീടുകളിലും ഇതുപോലെ തോരണങ്ങളും ഒക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പം ഈ ദേവിയുടെ എഴുന്നള്ളത്ത് വരുന്ന വഴികളാണിതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അൻപൊലിയുണ്ട്, സാധാരണ നോർമൽ പറയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് കുറച്ച് ദൂരം നടക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണംകുളങ്ങര ക്ഷേത്രത്തിലെത്തി. ഇവിടെ നിന്നാണ് ഇനി നമ്മുടെ താലപ്പൊലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തന്നെ അവിടെ ഈ കണ്ണംകുളങ്ങര ക്ഷേത്രത്തിനടുത്തുള്ള നീലുട്ടിക്കാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലും ഉത്സവമാണ്. അവിടെയും ഇതേപോലെ നമ്മുടെ ക്ഷേത്രത്തിലെ പോലൊരു ജീവതയുണ്ട്. ഇതിനു മുമ്പത്തെ ഉത്സവത്തിന് ഇത് രണ്ടും കൂടി ഇവർ രണ്ടുപേരുടെ കൂട്ടിമുട്ടിയിട്ട് ഇവിടെ ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം ജീവത അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നീലുട്ടിക്കാവിലെ ജീവത അമ്പലത്തിലോട്ട് ചെല്ലുന്നത്. അങ്ങനെ
അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഇനി നമ്മുടെ ദീപാരാധന കഴിഞ്ഞിട്ട് നമ്മുടെ ദേവി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ അമ്പലത്തിലോട്ട്, നമ്മുടെ ക്ഷേത്രത്തിലോട്ട്, ആക്കൽ അമ്പലത്തിലോട്ട് നമ്മൾ പോകണം. അപ്പം ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഇത് പാർട്ട് 1 ആണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ കണ്ണംകുളങ്ങരയിൽ നിന്ന് നമ്മുടെ ക്ഷേത്രത്തിലോട്ടുള്ള ജീവിത പോക്കും അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ പാർട്ട് 2 വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ നിങ്ങൾ ഹൈപ്പും കൂടെ ചെയ്യുക. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് തന്നെ എത്തിയിരിക്കും. അതുകൊണ്ട് ടാറ്റാ.